ഐസക് ന്യൂട്ടൺ ആ മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വർഷങ്ങളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അന്നത്തെ ക്വാറന്റൈൻ സമയമാണ്. നമ്മുടെ മുമ്പിലേക്ക് പ്രതിസന്ധി കാലഘട്ടം വരും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അതിനെ ഏത് രീതിയിൽ നേരിടുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അങ്ങനെയൊക്കെ മാറ്റം സംഭവിച്ച ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന മനോഹരമായ പാഠം, കോവിഡ് നമ്മൾക്ക് സമ്മാനിച്ചത് വലിയ അതിജീവനത്തിൻ്റെ ഒരു പാഠമാണ്. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടം മനുഷ്യർ കണ്ട സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആരായി തീർന്നാലും നിങ്ങൾ ആയിത്തീരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നല്ല ചോദ്യകർത്താക്കൾ കൂടിയാണ്. നമ്മൾക്ക് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടും നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റിലും ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ വന്ന് പറയാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് കണ്ടുകൊണ്ട്, കണ്ണ് തുറന്നുകൊണ്ട്, ചെവി തുറന്നുകൊണ്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളെക്കാൾ മികച്ചൊരു നമ്മളുണ്ട്. ആ നമ്മളെ കണ്ടെത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു സ്രോതസ് ഇത്തരത്തിലുള്ള പുസ്തകോത്സവങ്ങളിലൂടെ നിങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വളരെ ആവേശകരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള പുസ്തകോത്സവത്തിൻ്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്ന വിഷയം നമ്മൾ സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ്. സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ കാണുന്ന സ്വപ്നത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് കേവലം നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല. ഇന്ത്യയുടെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സ്വപ്നങ്ങളെപ്പറ്റി മനോഹരമായിട്ട് പറഞ്ഞു വെച്ചതുപോലെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ പറ്റിയിട്ടല്ല, മറിച്ച് നമ്മളെ ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് നേരം നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഉറക്കത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുപോകുന്ന അറ്റവും തലയും വാലും ഇല്ലാത്ത സ്വപ്നങ്ങളെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് നമ്മുടെ ചരിത്രത്തിലെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഒക്കെ ഇടങ്ങളിൽ നമ്മുടെക്കാൾ മുൻപേ പോയ മനുഷ്യരെ കണ്ട സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ്, നമ്മൾ കാണേണ്ടുന്ന സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ് വളരെ കുറച്ച് നേരം നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ, നിങ്ങളെല്ലാവരും ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടും ക്വിറ്റ് ഇന്ത്യ സമരമായിട്ടും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ടും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആയിട്ടും നിസ്സഹകരണ പ്രസ്ഥാന മൂവ്മെൻറ്റുമായിട്ടും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ 1947 മുൻപ് സ്വാതന്ത്ര്യമെന്നുള്ള മഹത്തരമായിട്ടുള്ള ആശയത്തിന് വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ പഠിക്കാറുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഐതിഹാസികമായിട്ടുള്ള കഥകളെപ്പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. അന്ന് ഒരു കൊളോണിയൽ ഭരണകൂടത്തെ അല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചമർത്തിയ ആൾക്കാർ, അവർ അടിച്ചമർത്തുന്ന സമയത്ത് അടിച്ചമർത്തുകൾക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സ്വപ്നം കണ്ട മനുഷ്യരുണ്ടായിരുന്നു നമ്മൾക്ക് മുമ്പ്. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ കാണുമ്പോഴറിയാം, ഈ സ്വാതന്ത്ര്യം ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടം മനുഷ്യർ കണ്ട സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്കുള്ള മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ AI ടെക്നോളജിയുടെ, ChatGPTയുടെ ഒക്കെ പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെക്നോളജിയുടെ ഈ ഒരു വലിയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടം പേർ കണ്ട സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഥകൾ ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ്. ഈ കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. 1960കളിൽ ബീഹാറിൽ അട്രി എന്ന് പറയുന്ന ഒരു വില്ലേജ് അവിടെ ഉണ്ടായിരുന്നു. അട്രി, ആ വില്ലേജിലെ ഒരു സാധാരണ കൂലിവേല ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദശരഥ് മാഞ്ചി എന്നാണ് ഈ കഥയിലെ കഥാനായകൻ്റെ പേര്, ദശരഥ് മാഞ്ചി. വർഷം 1960 നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകേണ്ടുന്നതുണ്ട്. അദ്ദേഹത്തിൻ്റെ അട്രി എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം 45 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട്, യാത്ര ചെയ്തുകൊണ്ട് വേണം അദ്ദേഹത്തിന് തൊഴിൽ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്തും അദ്ദേഹത്തിന് അറിയാം
ഇന്ന് നിങ്ങൾ അട്രിയും വാസർഗഞ്ചും തുടങ്ങിയ ബീഹാറിൻ്റെ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ ഗൂഗിൾ മാപ്പിൽ. പക്ഷെ അന്ന് അട്രി എന്ന് പറയുന്ന സൗകര്യങ്ങൾ ഒട്ടുമില്ലാതിരുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തെ അതിന് ഏറ്റവും തൊട്ടടുത്ത് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും തുടങ്ങിയ സൗകര്യങ്ങളുള്ള വാസർഗഞ്ചിനെ ബന്ധിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ദൂരെ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഇടയിൽ വലിയൊരു മലനിരയുണ്ടായിരുന്നു. ഒരു വലിയ മലനിര. ആ മലനിര കടന്നുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പ്രാപ്യമല്ലാത്തത് കൊണ്ട് ഒരു റോഡ് കൂടി യാത്ര ചെയ്തുകൊണ്ട്, അതിനെ വളഞ്ഞു പോകുന്ന ഒരു റോഡിൽ കൂടി യാത്ര ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പലപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഫാഗുനി എന്ന് പറയുന്ന ദശരഥ് മാഞ്ചിയുടെ ഭാര്യ ഒരിക്കൽ ഒരു അപകടത്തിൽപ്പെടുകയും പിന്നീട് യഥാർത്ഥ സമയത്ത് അവരെ ആശുപത്രിയിലേക്ക് കൃത്യസമയത്ത്, ഗോൾഡൻ അവർ എന്ന് നമ്മൾ പറയും, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്തുകൊണ്ട് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എളുപ്പത്തിലെത്താനുള്ള ഒരു സാധ്യത നമ്മൾക്കില്ലാതാവുന്നു എന്നൊരു ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് പ്രധാന തടസ്സം ഈ മലയാണ്. അപ്പോൾ മലയാണ് നമ്മളുടെ യാത്രാമധ്യേ വഴിമുടക്കുന്നതെങ്കിൽ ആ മലയെ അവിടെ നിന്ന് മാറ്റാൻ ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ്. ആയുധം എന്തുണ്ട് കയ്യിൽ? ഒരു ചിസൽ, ഒരു ചെറിയ ചിസൽ, നമ്മൾ ഉള്ളിയും ഒരു ചെറിയ കൈമഴുവും ഒക്കെ ആയിട്ട് അദ്ദേഹം ആ മല തുരക്കാനുള്ള ഒരു യാത്ര തുടങ്ങിയാണ് 1960-കളിൽ. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അയാളെ വിളിക്കുന്നത് ഭ്രാന്തൻ എന്നുള്ളതാണ്. വട്ടൻ, പൊട്ടൻ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ വിളിക്കുക. 10 വർഷം കഴിയുന്ന സമയത്ത് നാട്ടുകാർക്ക് മനസ്സിലാണ്. 10 വർഷം കഴിയുന്ന സമയത്താണ് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇത് ലക്ഷ്യം കാണാനുള്ള ഉദ്യമമാണ്. അതിനുശേഷം നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ആ മല തലകുനിക്കുകയും അതിലൂടെ ഒരു റോഡ് തുറന്ന് പിന്നീട് മൗണ്ടെയിൻ മാൻ എന്ന് വിളിക്കുകയും 2006 ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ മൗണ്ടെയിൻ മാൻ എന്ന രീതിയിലേക്ക് ഒരു പോസ്റ്റൽ തപാൽ സ്റ്റാമ്പൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ദശരഥ് മാഞ്ചിയുടെ കഥ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ കണ്ട മനോഹരമായിട്ടുള്ളൊരു സ്വപ്നത്തിൻ്റെ കഥയാണ് നമ്മളവിടെ കാണുന്നത്. ഒരുപക്ഷെ താൻ ഒരാൾ വിചാരിച്ചാലെങ്കിലും ഒരു മലയെ മാറ്റാം, അല്ലെങ്കിൽ അതിലൂടെ ഒരു വഴി നിർമ്മിക്കാം എന്ന് പറയുന്ന വലിയ നിശ്ചയദാർഢ്യം ആ ഒരു സംഭവത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി നമ്മൾ കാണുന്ന സമയത്ത് ഏനസ് മിരാബിലിസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ സയൻസിലുണ്ട്. ലാറ്റിൻ വാക്കാണ്. ഇയേഴ്സ് ഓഫ് വണ്ടേഴ്സ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കോവിഡിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കോവിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കുക മാത്രമല്ല, നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്ത വലിയൊരു പ്രതിസന്ധി കാലഘട്ടമായിരുന്നു കൊറോണയും കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കടന്നുപോയത്. ഇന്ന് ഇപ്പം നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നിങ്ങൾ ഇതിനേക്കാൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന ഒരു സമയത്താണ് കോവിഡും കൊറോണയൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഈ കോവിഡ് കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് 2025 ജനുവരി മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചത് എന്താണ് എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച വലിയ പാഠം എന്താണ്? ശരിയാണ്, നമ്മുടെ ക്ലാസ് മുറികൾ വാട്സാപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറികൾക്കിടയിൽ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരെ ഒന്നും ചിലപ്പോൾ നമുക്ക് അന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ മാറ്റം സംഭവിച്ച ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന മനോഹരമായ പാഠം, കോവിഡ് നമ്മൾക്ക് സമ്മാനിച്ചത് വലിയ അതിജീവനത്തിൻ്റെ ഒരു പാഠമാണ്. 1965-66 കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവുകയാണ്. 1965-66 കാലഘട്ടത്തിൽ ബ്ലാക്ക് പ്ലേഗ് പടർന്നു പിടിക്കുന്ന യൂറോപ്പിലൊക്കെ വളരെ കഠിനമായിട്ട് ബ്ലാക്ക് പ്ലേഗ് പടർന്നു പിടിക്കുകയും 50,000-60,000 പേരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ക്വാറന്റൈൻ വന്ന സമയത്ത് ആൾക്കും അദ്ദേഹത്തിൻ്റെ വൂൾസ്ട്രോപ്പ് മാനർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് കുറച്ചു കാലത്തേക്ക് ക്വാറന്റൈൻ്റെ ഭാഗമായിട്ട്, ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടി വന്നു. അന്ന് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തുന്നത് ആ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഐസക് ന്യൂട്ടൻ്റെ ഇയേഴ്സ് ഓഫ് വണ്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ഒപ്റ്റിക്സിനും കാൽക്കുലസിനും ഗ്രാവിറ്റേഷനിലും ഒക്കെ വളരെയധികം. ഐസക് ന്യൂട്ടനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒപ്റ്റിക്സിനും കാൽക്കുലസിനും ഗ്രാവിറ്റേഷൻ ഫോഴ്സിനും ഒക്കെ പിന്നീട് നിരന്തരമായിട്ടുള്ള സംഭാവനകൾ നൽകിയ
ഐസക് ന്യൂട്ടൺ ആ മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വർഷങ്ങളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അന്നത്തെ ക്വാറന്റൈൻ സമയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് പ്രതിസന്ധി കാലഘട്ടം വരും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളതിനെ ഏത് രീതിയിൽ നേരിടുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള വിക്ടർ ഫ്രാങ്കൽ എന്ന് പറയുന്ന ഫിലോസഫർ, അദ്ദേഹം ഒരു ഹോളോകോസ്റ്റ് അതിജീവകൻ കൂടിയാണ്. ഹോളോകോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നാസി ഹോളോകോസ്റ്റ് മനുഷ്യ വംശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അടയാളപ്പെടുത്തിയ ഭീതിജനകമായിട്ടുള്ള ഒരു അധ്യായം എന്ന രീതിയിലാണ് നമ്മൾ ഹോളോകോസ്റ്റിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലേക്കുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഒരാൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞേക്കും. വ്യത്യസ്ത തരത്തിലേക്കുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഒരാൾക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞേക്കും. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവം. ഒരു ഗിവൺ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്, നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്ന ഒരു സർക്കംസ്റ്റാൻസസിൽ എന്ത് വിചാരിക്കണം എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു മനോനില, ഇത് ഒരിക്കലും ഒരാൾക്കും എടുക്കാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഈ ഒരു സ്വപ്നങ്ങളുടെ കഥ, ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേറെ മൈക്കുണ്ടോ? ഇപ്പോൾ നമ്മൾ കുറേ പേരുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു അല്ലേ? കുറേ പേരുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ട്, അവർ കണ്ട സ്വപ്നങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിൽ സ്വപ്നം കാണാത്ത ആരുണ്ട് എന്നൊരു ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത് അല്ലേ? നിങ്ങളിൽ ആരാണ് സ്വപ്നം കാണാത്ത ആളുള്ളത്? സ്വപ്നം കാണാറില്ലേ? അതെന്താ? ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴാണോ സ്വപ്നം കാണാറുള്ളത്? പിന്നെ നമ്മൾ രണ്ട് തരത്തിൽ സ്വപ്നം കാണാറുണ്ട്. ഒന്ന്, നമുക്ക് മനോഹരമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുകൊണ്ട് രാത്രിയിൽ ഉറങ്ങിക്കൊണ്ട് നമുക്ക് സ്വപ്നം കാണാം. അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് സ്വപ്നം കാണാറുണ്ടോ? നമ്മളോടൊക്കെ ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷം, ഇത് ഏത് സ്കൂളിലെ ആൾക്കാരാ? ഈ സ്കൂളിൽ ക്ലാസ് പഠിപ്പിച്ചതിന് ശേഷം ടീച്ചർ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഞങ്ങളും ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ടീച്ചർ നിരന്തരമായിട്ട് ചോദിക്കും. ടീച്ചറെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ എന്തുത്തരാ പറയാറുള്ളത്? ആണെന്ന് പറയും. എന്നാൽ ശരിക്കും എല്ലാ കാര്യവും മനസ്സിലാവാറുണ്ടോ? അപ്പോൾ ഇത് കുറച്ചും കൂടെ മാറ്റമുള്ള ഒരു തലമുറയാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എല്ലാവരോടും കൂടെ ആയിട്ട് ഒറ്റ തവണ ചോദിക്കാം, നമ്മളോട് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലായിട്ടാണോ നമ്മൾ മനസ്സിലായി എന്ന് പറയാറുള്ളത്? എന്ന് നമ്മൾക്കും അറിയാം, ചോദ്യം ചോദിച്ച ടീച്ചർക്കും അറിയാം എന്നുള്ളതാണ് ഇതിൻ്റെ രസം. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായ കാര്യം പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാൻ ചുരുക്കി പറയാം, മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായ കാര്യം പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മളോട് പലപ്പോഴും ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാതെ ചിലപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നതാണ് ടീച്ചറുടെ അടുത്ത ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. പുസ്തകത്തിൻ്റെ പേരെന്താ? എത്ര പേര് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്? 1, 2, 3, 4 കുറേ കൈകൾ പോയല്ലോ. വിങ്സ് ഓഫ് ഫയർ എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ പറ്റിയിട്ട് അദ്ദേഹം പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരിക്കൽ ക്ലാസ് മുറിയിൽ, ഇപ്പം നിങ്ങളെപ്പോലെ വളരെ സ്മാർട്ട് ക്ലാസ് മുറിയൊന്നുമല്ല, വളരെ വളരെ പരിമിതമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു ക്ലാസ് മുറിയാണ്. അവിടെ ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് ബോർഡിൽ വരച്ച് അധ്യാപകൻ കുട്ടികൾക്ക് പക്ഷികൾ എങ്ങനെയാണ് പറന്നു തുടങ്ങുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. ഒരു പക്ഷിയുടെ ചിത്രം വരച്ചുകൊണ്ട് പക്ഷികൾ എങ്ങനെയാണ് കാലൊതുക്കുന്നത്, ചിറക് കുടയുന്നത്, പറന്നുയരുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അധ്യാപകൻ വിദ്യാർത്ഥികളോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പം യെസ് എന്ന് പറയുന്നത് പോലെ കുറേ കുട്ടികൾ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അവിടെ ഉത്തരം പറഞ്ഞത്. പക്ഷേ കലാം അടക്കമുള്ള കുറേ കുട്ടികൾ പറയുന്നുണ്ട്, എനിക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല ടീച്ചറേ,
പിന്നീട് നമ്മൾ കാണുന്നത് ആ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് ആ അധ്യാപകൻ ആ കടൽത്തീരത്തേക്ക് പോകുന്നതാണ്. രാമേശ്വരത്തെ കടൽത്തീരത്തേക്ക് പോയിക്കൊണ്ട് നേരിട്ട് പക്ഷികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പക്ഷികൾ എങ്ങനെയാണ് കാലൊതുക്കുന്നത്, ചിറക് കുടയുന്നത്, പറന്നുയരുന്നത് എന്ന് നേരിട്ട് കാണിച്ചുകൊണ്ട് അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പം കുട്ടികൾക്ക് മനസ്സിലാക്കിയാണ് ഇതാണ് കവി ഉദ്ദേശിച്ചത്, ഇതാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരായി തീരണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ഇന്ന ആളായി തീരണം. നമ്മളൊക്കെ വളരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ആരായി തീരണം എന്നുള്ളത്. ആരായി തീർന്നാലും നിങ്ങൾ ആയിത്തീരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നല്ല ചോദ്യകർത്താക്കൾ കൂടിയാണ്. നമ്മൾക്ക് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടും നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവർ ചോദിക്കും, ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഇത്രയും ചോദ്യം എന്നൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഓണപ്പരീക്ഷ ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ ഉത്തരം എഴുതാറുണ്ട് അല്ലേ? പരീക്ഷാ പേപ്പറിൽ ഉത്തരം എഴുതാറുണ്ട്. പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ഉത്തരം തന്നെ എഴുതണം. തിരിച്ച് കുറേ ചോദ്യങ്ങൾ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പറയുകയും ചെയ്യരുത് ഞാനാണെന്ന് പറഞ്ഞു. പക്ഷേ പഠിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല എങ്കിലും നമ്മളിങ്ങനെ വീമ്പ് പറയാറുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നത് നമ്മളെ പലപ്പോഴും മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന പറയും അല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയും. എന്ന് പറഞ്ഞാൽ ചെറിയ അറിവ് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാത്ത രീതിയിൽ, എന്നാൽ എനിക്കെല്ലാം അറിയാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുന്നോട്ട് പോകുന്നത് വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളിവിടെ പുസ്തകോത്സവത്തിൽ വന്നിരിക്കുന്ന സമയത്ത്, ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് സ്റ്റോൾസ് നിങ്ങൾക്ക് കാണാം, ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നൊരു ജീവിതമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളിലൂടെ, ഒരു പുസ്തകങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, 1000 കഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു പുതിയ ജീവിതത്തെയാണ് നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള ശില്പിയും ചിത്രകാരനുമായിട്ടുള്ള മൈക്കലാഞ്ചലോ കേട്ടിട്ടുണ്ടോ? മൈക്കലാഞ്ചലോ എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്കലാഞ്ചലോ ലോകത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശില്പിയും ചിത്രകാരനുമാണ്. അപ്പോൾ മൈക്കലാഞ്ചലോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കല്ലുകളിൽ അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത്? മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന ആളാണ് മൈക്കലാഞ്ചലോ. അപ്പോൾ മൈക്കലാഞ്ചലോ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മറുപടി ഇന്ന് ഈ ഒരു 10-20 മിനിറ്റ് നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാക്കും ആ മറുപടി തന്നെയാണ്. അതിന് മൈക്കലാഞ്ചലോ പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ഞാൻ കല്ലുകളിൽ അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൊത്തിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എല്ലാ കല്ലിൻ്റെ ഉള്ളിലും അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അനാവശ്യമായ ഭാഗങ്ങളെ അടർത്തി മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. സംഭവം ശരിയാണ്. പക്ഷെ എല്ലാ കല്ലുകൾക്കുള്ളിലും മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അനാവശ്യമായ ഭാഗങ്ങളെ ഞാൻ അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിലൂടെ പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടൊരു ആശയമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ, നിങ്ങളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഏറ്റവും മികച്ചൊരു നിങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളെക്കാൾ മികച്ചൊരു നമ്മളുണ്ട്. ആ നമ്മളെ കണ്ടെത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്രോതസ്സ്, അല്ലെങ്കിൽ അതിനുള്ള വലിയ തരത്തിലേക്കുള്ള ഊർജ്ജമാണ് ഇത്തരത്തിലുള്ള പുസ്തകോത്സവങ്ങളിലൂടെ നിങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയേണ്ടുന്നത്. ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുട്ടികളെ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ ചെറിയ ക്ലാസ് മുറി നമ്മൾ ആലോചിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ആരായി തീരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്, എനിക്ക് വളരെ പെട്ടെന്ന് മുതിർന്ന ഒരാളായി തീരണം എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് വലിയൊരാളായി തീരണം, പെട്ടെന്ന് വലിയൊരാളായി തീരണം. പക്ഷെ ഈ ചോദ്യം നിങ്ങൾ ഇവിടെയുള്ള മുതിർന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്ന ഉത്തരം, എനിക്കൊരിക്കൽ കൂടി പഠിച്ചിരുന്ന ക്ലാസ് മുറിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും അടുത്തിരുന്നു കൊണ്ട് ചോറ്റുപാത്രം പങ്കുവെച്ചുകൊണ്ട് മധുരച്ചൂരലിൻ്റെ മണം പേറിയിരുന്ന ആ ക്ലാസ് മുറിയിലേക്ക് ഒരിക്കൽ കൂടി എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവർ പറയുന്ന ഉത്തരം. അപ്പോൾ നമുക്ക് അപ്പോഴും എങ്ങനെയാണ്, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും, നമുക്ക് പെട്ടെന്ന് വലിയൊരാളായി തീരാനും വലിയൊരാളായി തീർന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി പഠിച്ചിരുന്ന ക്ലാസ് മുറിയിലേക്ക് ചേക്കേറാനായിരിക്കും നമ്മൾക്ക് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടുമുള്ള താല്പര്യം. അത് സ്വാഭാവികമാണ്.
പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ പരമാവധി പറ്റാവുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ മനുഷ്യരോട്, നിങ്ങളുടെ ഇടയിലുള്ള സുഹൃത്തുക്കളോടൊക്കെ നന്നായി സംസാരിച്ച് അവരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയിരുന്നത് നമ്മുടെ സ്കൂൾ ബാഗും ചോറ്റുപാത്രവും ഒപ്പം സ്കൂളിൽ നിന്ന് പറയാനുള്ള ഒരു കൂട്ടം കഥകളുടെ ഭാണ്ഡക്കെട്ടുമായിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ നടന്ന ഓരോ കാര്യങ്ങളും പൊടിപ്പും തൊങ്ങലും ചേർത്തോ അതേപോലെ പറഞ്ഞൊന്നും പറയാതെ, അല്ലെങ്കിൽ അത് പറയുന്നവരെ നമുക്കെന്തോ വലിയ തരത്തിലേക്കുള്ള വിമ്മിഷ്ടമാണ്. അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കഥകളുടെ കെട്ടഴിക്കണം. ഓൻ അങ്ങനെ പറഞ്ഞു, ഓൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി നമുക്ക് ഓരോ കാര്യങ്ങളും പറയാതെ നമുക്ക് നിവർത്തിയില്ല. പക്ഷേ ഇന്നൊരു പക്ഷേ നിങ്ങൾക്കും അതുപോലെ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവണം. ഇത് രക്ഷിതാക്കളോടാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾക്കിടയിൽ നിന്ന് സംസാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയ തരത്തിലേക്ക് ഉള്ളൊരു വലിയ പ്രതിസന്ധിയായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും പല പൂക്കളും കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പം നിങ്ങൾക്ക് നിരന്തരമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ടാവണം. നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവില്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ചേട്ടനാവാം, ചേച്ചിയാവാം, അച്ഛനോടോ അമ്മയോടോ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ആ ഒരു മനുഷ്യനോട് നിങ്ങളുടെ കഥകളൊക്കെയും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളൊരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഇല്ലേ? നിങ്ങളുടെ ചുറ്റിലും ഞങ്ങൾ ഓരോരുത്തരും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ വന്ന് പറയാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം, നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട്, കണ്ണ് തുറന്നുകൊണ്ട്, ചെവി തുറന്നുകൊണ്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ബംബിൾ ബി എന്ന് പറയുന്ന ഒരു തേനീച്ചയുണ്ട്. ഒരു വലിയ തേനീച്ചയാണ് ബംബിൾ ബി. അപ്പോൾ ബംബിൾ ബീനെ പറ്റിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ബംബിൾ ബിയുടെ ശരീരഘടന അനുസരിച്ച് ബംബിൾ ബിക്ക് പറക്കാൻ കഴിയില്ല. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ എയറോഡൈനാമിക്സ് തിയറിയൊക്കെ അനുസരിച്ച് അതിൻ്റെ ചിറകുകൾക്ക് പൊക്കി വെക്കാൻ, അല്ലെങ്കിൽ ആ ചിറകുകളുടെ ശക്തി കൊണ്ട് ഉയർത്താൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ട് അതിൻ്റെ ബോഡിക്ക്. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് ബംബിൾ ബി പറക്കുന്നത് എന്നുള്ളതാണ് ആ വാക്കുകൾ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ബംബിൾ ബി ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കൂടുതൽ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബംബിൾ ബിക്ക് മനസ്സിലാവും എൻ്റെ ചിറക് കൊണ്ട് എനിക്ക് പറക്കാൻ കഴിയില്ല. പക്ഷെ ബംബിൾ ബിക്ക് ഈ കാര്യം അറിയാത്തത് കൊണ്ട് അത് സുഖസുന്ദരമായിട്ട് പറന്നു പോകുന്നു എന്നാണ് ആ വരികൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളെല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ടാവും. ചിലപ്പോൾ അത് നല്ല ചിത്രം വരയ്ക്കാനായിരിക്കാം, എഴുതാനായിരിക്കാം, ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നന്നായി സംസാരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നല്ല ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവായിരിക്കും. ഇങ്ങനെ പലതരത്തിലേക്കുള്ള കഴിവുകൾ നിങ്ങൾക്കുള്ളിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലായിടത്തുനിന്നും കിട്ടും. പക്ഷെ എന്നാലും ചില ആൾക്കാർ പറയും നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറേ കൈകൾ പൊങ്ങുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റും. എപ്പോൾ പറ്റും? നമ്മളത് ചെയ്ത് കാണിക്കുമ്പോൾ. അപ്പോൾ അത് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇപ്പോൾ 2025 ജനുവരി മാസമാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്ന് പറയാമോ? ഇവിടെ ആരാ ന്യൂ ഇയർ റെസൊല്യൂഷൻ കേട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും 2025 ആകുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞ, എന്താ പുതിയ തീരുമാനം എടുത്തത്? My name is Ridwin Radish. ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആദ്യം കാര്യമായിട്ട് എടുത്തില്ല, പിന്നീട് എനിക്ക് മനസ്സിലാക്കി.
ഇനി ആര് പറയും? ഒരാൾക്കും കൂടെ ഞാൻ സംസാരിക്കാൻ അവസരം തരാം. ഈ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളെടുത്ത ഒരാളും കൂടെ ഒരു കൈയടി കൊടുത്ത. ഈ കൈ പൊക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ തലയെടുത്ത് ഇടത്തോട്ട് നോക്കും, പിന്നെ നമ്മുടെ തലയെടുത്ത് വലത്തോട്ട് നോക്കും. ഈ എക്സസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ, കാരണം നമുക്ക് ഉത്തരം പറയാൻ ധൈര്യമില്ല. അപ്പോൾ അവിടെ ഒരു നല്ല കൈയടി. ആരാ പറഞ്ഞു? ഹായ്, മൈ നെയിം ഈസ് മഞ്ജിമ. സോ എനിക്ക് അമ്മയ്ക്ക് കുറേ നേരമായിട്ട് അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പം ഇപ്പം എൻ്റെ അമ്മേനെ ഞാൻ സഹായിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഒരു തീരുമാനമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭയങ്കര തീരുമാനമാണല്ലേ? അതൊരു ചെറിയ ഉത്തരവല്ല. നമ്മളെ വീടുകളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ തുറന്ന് കാണുന്നു എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നാണ് മഞ്ജിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. അപ്പോൾ അതിൽ പക്ഷെ ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് നിർത്താമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കും. ആദ്യ ദിവസം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ചെയ്യും. രണ്ടാം ദിവസം അതുപോലെ ചെയ്യും. മൂന്നാം ദിവസം കുറച്ച് താഴെ പോവും. 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയും എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഉണ്ടല്ലോ, അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ആവട്ടെ എന്ന രീതിയിൽ നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ ഈ ഒരു മാറ്റിവെക്കൽ പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആവില്ല നിങ്ങളുടെ തീരുമാനങ്ങൾ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പുതിയ വർഷങ്ങളിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, അത് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന നരവംശ ശാസ്ത്രജ്ഞ, ഒരിക്കൽ അവരോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. അവർ ഈ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പഠിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള നരവംശ ശാസ്ത്രജ്ഞയാണ്. മാർഗരറ്റ് മീഡിനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുരോഗതിയുടെ ആദ്യത്തെ ലക്ഷണമായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അതിന് അവർ പറയുന്നൊരു മറുപടിയുണ്ട്. ചോദ്യകർത്താവ് വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും കല്ലുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ സംസാരിക്കുക എന്നുള്ളതാണ് ചോദിച്ച ചോദ്യകർത്താവ് ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നത്. അവർ പറയുന്ന ഉത്തരം വളരെ രസകരമാണ്. അവർ പറയുന്നത്, സംസ്കാരത്തിൻ്റെ തുടക്കമായിട്ട് ഞാൻ കാണുന്നത് ഒരിക്കൽ മുറിവേറ്റ് പിന്നീട് ഹീല് ചെയ്യപ്പെട്ട, പിന്നീട് ശരിയാക്കപ്പെട്ട ഒരു ഫീമർ ബോൺ. അതാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ ഒന്നായിട്ട് ഞാൻ കാണുന്നത്. ഫീമർ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പിനെയും നീയെയും ജോയിൻ ചെയ്യുന്ന ബോണാണ്, തൈ ബോൺ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അന്ന് ഹണ്ടിങ്ങും ഗാദറിങ്ങും ഉണ്ടായിരുന്ന ഒരു കാലത്ത്, വേട്ടയാടലാണ് മനുഷ്യൻ്റെ ജീവിത രീതിയായിരുന്ന ഒരു കാലത്ത്, ഒരു കാലിന് ഒരു ജീവിക്ക് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം അതിന് ഇര പിടിക്കാൻ പറ്റില്ല, മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല, ഒരു കുടിവെള്ളം ലഭിക്കില്ല. അങ്ങനെ കാലിന് ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫീമർ ബോൺ ഫ്രാക്ചറായിട്ടും അത് ഹീല് ചെയ്ത് അത് പിന്നീടും ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനെ സഹായിക്കാൻ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നതിലൂടെ അവിടെയാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ തുടക്കം എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നിങ്ങളെല്ലാവരും, ഇപ്പോൾ നമ്മൾ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും പലതരത്തിലേക്കുള്ള മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ മറ്റൊരാളുമായിട്ട് മത്സരിക്കുമ്പോഴും നമ്മൾ ആദ്യം മത്സരിക്കേണ്ട ഒരാളുണ്ട്. ആരാത്? നമ്മൾ ആദ്യം മത്സരിക്കേണ്ട ആളാരാ? പറഞ്ഞേ. നമ്മൾ ആദ്യം മത്സരിക്കേണ്ട ആൾ നമ്മളാണ്. ഇന്നുള്ള എന്നെക്കാളും എത്രമാത്രം നന്നാവാൻ എനിക്ക് നാളേക്ക് പറ്റിയിട്ടുണ്ട്, ഇന്നുള്ള എന്നെക്കാളും എത്ര പുസ്തകങ്ങൾ
2025 തുടക്കത്തിലുള്ള എന്നെക്കാളും എത്ര പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് പറ്റി, എത്ര സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റി, എത്ര യാത്രകൾ ചെയ്യാൻ പറ്റി, എത്ര മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2025 ഡിസംബറിൽ നിങ്ങൾ ആലോചിക്കണം, 2025 ജനുവരിയിൽ നിയമസഭയിൽ ഒരു പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നു 2025 അവസാനം എത്ര പുസ്തകങ്ങൾ വായിച്ചു, എത്ര സ്ഥലത്ത് യാത്ര പോയി, എത്ര പുതിയ കൂട്ടുകാരെ നിങ്ങൾ കണ്ടെത്തി, എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, എത്രമാത്രം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ 2025 അവസാനം ഒന്ന് കണക്കെടുക്കണം. ആ കണക്കിൽ ഏറ്റവും മികച്ച സ്വപ്നങ്ങൾ, ഏറ്റവും മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വളരെ ചെറിയ സമയം നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവസരം നൽകിയ കേരള നിയമസഭയുടെ ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നല്ല ചിറകുകൾ ഉണ്ടാവട്ടെ. ആ ചിറകുകളിലൂടെ ഏറ്റവും ഉയരങ്ങളിലേക്കുള്ള ആകാശത്തിലേക്ക് നിങ്ങൾക്ക് പറന്നു വരാൻ വേണ്ടി കഴിയട്ടെ. അനന്തമായിട്ടുള്ള ആകാശത്തിലേക്ക്, ഏറ്റവും ഉയരങ്ങളിലേക്ക് നല്ല സ്വപ്നങ്ങളിലൂടെ ഉയർന്ന് ഇമ്മിണി വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ അവസരത്തിൽ സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഏത്? ഞാനതിന് മറ്റൊരു രീതിയിൽ മറുപടി പറയാം. ഇന്നിവിടെ ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കിടയിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താണ് എന്ന് പറയുന്ന സമയത്ത് അതൊരാളെ സഹായിക്കലാണ് എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു കുട്ടി ഉത്തരം പറയുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതാണെന്ന് എനിക്ക് മഞ്ജിമ നൽകിയത്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സർ, എൻ്റെ പേര് BA കൃഷ്ണപ്രിയ. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഒരു അംബീഷനാണ് ഒരു IPS ഓഫീസർ ആവണം എന്നുള്ളത്. സാറിന് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ സാറിൻ്റെ പ്രചോദനം ആരായിരുന്നു? നമ്മൾ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാം, സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ബന്ധപ്പെടാറില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ഒരു പോലീസുകാരനുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു ദിവസം എത്രയോ ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ. അതും ഒരാളൊരു പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു സമയത്തൂടെ ആയിരിക്കും നമുക്ക് പോലീസിൻ്റെമായി ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്രയും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ ആ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ നിർണായകമായിട്ടുള്ള നിമിഷത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈ സർവീസിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സർവീസിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സാർ എങ്ങനെയാണ് ഇത്രയും വലിയ നിലയിലെത്തിയത്? ഞാൻ അതിന് വേറെ രീതിയിൽ ഉത്തരം പറയാം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നി ഏതൊരു ടോക്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സ്റ്റേജിൽ കയറി സംസാരിച്ചത്, ഇപ്പം ഞാൻ കുറച്ച് നേരം സംസാരിക്കുന്നില്ലേ, അത്ര മോശമല്ലാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചില്ലേ? വളരെ നല്ല രീതിയിലായില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അത്ര മോശമല്ലാത്ത രീതിയിൽ ഞാൻ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചില്ലേ? അപ്പം ഞാൻ ആദ്യം സ്റ്റേജിൽ നിന്ന് സംസാരിച്ച ഒരു അനുഭവത്തെ പറ്റിയിട്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥ പറയൽ മത്സരമായിരുന്നു. അംഗൻവാടി പ്രീ പ്രൈമറി ക്ലാസ്സുകളുണ്ടല്ലോ, നമ്മൾ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി എന്നിട്ടൊരു കഥ പറയൽ മത്സരത്തിന് വേണ്ടിയിട്ട് ഞാൻ പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ കഥ പറയുന്ന സമയത്ത് നമ്മൾ കഥാകാരനായിട്ട് സ്റ്റേജിൽ നിൽക്കും, നമ്മൾ ആൾക്കാരോട് കഥ പറയും. ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട് കർട്ടൻ്റെ അടുത്ത് നമ്മൾ ടീച്ചറെ നിൽപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കഥ തുടങ്ങി, കഥ പകുതിയായി, പെട്ടെന്ന് എൻ്റെ ടീച്ചറെ വേറെ ആരോ കൊണ്ടുപോയി. അപ്പോൾ ടീച്ചർ ഇത്രയും നേരം അടുത്ത കഥയുടെ ഭാഗം ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് പോയതോടുകൂടി നമ്മുടെ കഥ നിന്നു. അതോടുകൂടി ആൾക്കാർ ചിരിച്ചു തുടങ്ങി, എനിക്ക് കരച്ചിൽ വന്നു, കർട്ടൻ വീണു, ഇനി ഞാൻ സ്റ്റേജിലേക്കേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജിലെ അനുഭവം. പക്ഷെ പിന്നീട് അങ്ങനെ കുറേ തെറ്റ് പറ്റിയ സമയത്ത് എന്ത് സംഭവിച്ചു? എല്ലാ സമയത്തും തെറ്റും നമുക്കറിയാൻ പറ്റൂ.
അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീണത് കൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഴും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുന്നേൽക്കണം. അങ്ങനെ വീണാലും കുറച്ച് എഴുന്നേൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടും അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ കുറച്ച് അധ്യാപകരുണ്ടായതുകൊണ്ടും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ടും കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. സർ, സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് അതിന് ഉത്തരം പറയാം. ഇപ്പോൾ നമ്മൾക്ക് ഒറ്റ കാര്യം, നമ്മൾ ഏതൊരു പ്രിപ്പറേഷനും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സിവിൽ സർവീസ് എന്ന് മാത്രമല്ല, ഏത് എക്സാമിനേഷൻ ആണെങ്കിലും ഇത് ഏത് പ്രായം മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾക്ക് എന്തായാലും കുറച്ച് വർഷം മുമ്പേ പഠിച്ചു തുടങ്ങാമായിരുന്നു എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എന്നാണോ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉടലെടുക്കുന്നത്, അന്ന് മുതൽ നിങ്ങൾ ഈ പരീക്ഷയെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ആ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം, അതിലെ ചോദ്യങ്ങളുടെ ബ്രോഡർ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് മനോഹരമായിട്ട് അപ്പോൾ പഠിക്കണം. കാരണം ഈ എക്സാമിനേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിയണം, ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു 5, 6, 7 വർഷം ഒരു പക്ഷേ കഴിയേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് മനോഹരമായിട്ട് പഠിച്ചാൽ മതി. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരാഗ്രഹം കൂടെ നമുക്കുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് നിങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ച് വരുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ? അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പത്രത്തിൽ ഓരോ കാര്യങ്ങളും വരുന്നതിനനുസരിച്ചിട്ട് അതെന്താണ് എന്ന് ചോദിക്കാൻ നമ്മൾക്ക് അറിയണം. ഇപ്പം അതെങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൈക്കാണ് അല്ലേ? അപ്പോൾ ഇത് മൈക്ക് എന്ന് പറയുന്ന സമയത്ത് മൈക്കിനെ പറ്റി 5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് സംസാരിക്കും? ആ സംസാരിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യത്തെ പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് കണ്ടുപിടിച്ച ആരാണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ആദ്യകാലത്ത് ഇതിൻ്റെ രൂപം എന്തായിരുന്നു, ഇതിൻ്റെ പർപ്പസ് എന്താണ്, എവിടെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, അതിൻ്റെ പുതിയ ടെക്നോളജി എന്താണ്. അപ്പോൾ ഏതൊരു കാര്യത്തെ പറ്റിയിട്ടും നിങ്ങൾക്ക് വാട്ട്, വൈ, വെൻ, വെയർ, ഹൗ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും. പിന്നീട് എക്സാമിനേഷൻ്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓറിയൻറ്റേഷൻ നമുക്ക് ലഭിക്കും.